മക്കളെ, ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾ പ്രതീക്ഷിച്ചത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റാതെ പോയ മക്കളാണോ നിങ്ങൾ? ഒരുപാട് നന്നായിട്ട് പഠിച്ചു, പക്ഷേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള മാർക്ക് ആൻസർ ഷീറ്റ് വന്നപ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന മക്കളാണോ? അടുത്ത എക്സാമിനെങ്കിലും ഇവിടെ പറ്റിയിട്ടുള്ള തെറ്റുകൾ മാറ്റി എനിക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്തണമെന്ന ആഗ്രഹമുള്ള മക്കളാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത്. വാട്ട് വെൻറ്റ് റോങ് അല്ലേ? എന്താണ് നമുക്ക് പറ്റിയത്? എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മൾ വരുത്തിയത് കൊണ്ടാണ് നമ്മൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റാതെ പോയത്? ചിലപ്പോൾ പല കുട്ടികളും ഓണം എക്സാമിന് പോകുന്ന സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും പോയിട്ടുണ്ടാവുക അല്ലേ? അതുപോലെ നിങ്ങൾ ആൻസർ ഷീറ്റ് എഴുതുന്ന സമയത്തും നല്ലൊരു മാർക്ക് നേടി അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് കിട്ടും എന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ എക്സാം ഹാളിൽ നിന്ന് പോലും നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ അല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ച സബ്ജക്റ്റിൽ നമുക്കത് കിട്ടിയില്ല. അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റാതെ ഇരുന്നിട്ടുണ്ടാവുക. സോ നമ്മൾ അവിടെ എന്തൊക്കെ പറ്റി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. വാട്ട് വി വെൻറ്റ് റോങ് അല്ലേ? ആ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ റൈറ്റ് ആക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ബെറ്റർ മാർക്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. സോ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ പ്രിപ്പറേഷൻ മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരുപാട് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഓരോ സബ്ജക്റ്റിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി, അത് പഠിക്കേണ്ട രീതി, അതിന് കൊടുക്കേണ്ട സമയം എല്ലാം വ്യത്യസ്തമാണ്. സോ എന്താണ് നമ്മുടെ പ്രിപ്പറേഷനിൽ വരുന്ന കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളതെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഇല്ല. ഇപ്പോൾ ഒരു എക്സാം വരുന്ന സമയത്ത് പല കുട്ടികളുടെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടെന്ന് പോലും പല സമയത്തും അറിയണ്ടായിരുന്നില്ല. അവസാനത്തെ പരീക്ഷയുടെ അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിൾ വരുന്ന സമയത്താണ് പരീക്ഷയെ പറ്റി ചിന്തിക്കാൻ പോലും തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര ചോദ്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെ തോന്നിയതുപോലെ നിങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവസാനത്തേക്ക് എത്തുന്ന സമയത്ത് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് പെൻഡിങ് വന്നു. സോ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിച്ച് മുന്നോട്ട് പോയി. സോ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്കില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കൃത്യമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരവസ്ഥ വരും. ഇത് നിങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ. ഓഫ് കോഴ്സ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ട് പോലും ചൂടില്ലാതെ അല്ലെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ച് പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ മാത്രം ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുള്ള മക്കളുണ്ടായിരിക്കും. സോ ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും, ഉറക്കമില്ലാതെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൽ എന്താണ് കാര്യമുള്ളത്? അത് കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യം അല്ല. ഇനി അടുത്തത് ഇഗ്നോറിങ് ഡിഫിക്കൽട്ട് ചാപ്റ്റേഴ്സ്. നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. പല സബ്ജക്റ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സബ്ജക്റ്റ് ഉണ്ടാവും. ചില സബ്ജക്റ്റിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. സോ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈസിയുള്ള ചാപ്റ്റേഴ്സ് മാത്രം ഇരുന്ന് പഠിക്കും. ഡിഫിക്കൽട്ടായിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ മാറ്റി വെച്ച് അവസാന നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മുമ്പോട്ടേക്ക് പോകേണ്ട ഒരവസ്ഥ വരും. സോ അവിടെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കും, നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മെമ്മറൈസിങ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ? ചില കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഒന്നും മനസ്സിലാകാതെ വെറുതെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. അതായത് ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന് തോന്നും, ഇത് എനിക്ക് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല, കുറേ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും എക്സാം അല്ലേ, ഇപ്പോൾ പഠിച്ചല്ലേ പറ്റൂ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അത് മെമ്മറൈസ് ചെയ്ത് പോകും. സോ സ്വാഭാവികമായിട്ടും എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്കത് ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് പോകും. ഓക്കെ. ആൻഡ് അടുത്ത കാര്യമാണ് പുവർ റിവിഷൻ സ്കിൽ അല്ലെങ്കിൽ റിവിഷൻ ഹാബിറ്റ്സ്. കുറേ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു 90% കുട്ടികളും ചെയ്യാത്ത ഒരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഒരു സാധനം പഠിച്ച് അത് കുറച്ച് കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അത് കാരണം എന്താ? നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തതുകൊണ്ടാണ് അല്ലേ? സോ റിവിഷൻ ചെയ്യാതെ പോകുന്നു ഒരുപാട് കുട്ടികൾ ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. ബട്ട് ഒരു 90% കുട്ടികളും റിവൈസ് ചെയ്യാതെയാണ് ഓരോ എക്സാമിനും പോകുന്നത്. സോ ഈ റിവിഷൻ ഹാബിറ്റ്സ് ഇല്ലായ്മ എന്ന് പറയുന്നത് അടുത്ത ഒരു വലിയ മിസ്റ്റേക്സ് തന്നെയാണ്. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇത്രയുമാണ് നമുക്ക് പ്രിപ്പറേഷനിൽ വരുന്ന മിസ്റ്റേക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ മിസ്റ്റേക്സ് ആണ് നിങ്ങൾ വരുത്തിയിട്ടുള്ളത് നമുക്കൊന്ന്
നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എക്സാം റൈറ്റിംഗ് മിസ്റ്റേക്സ്. അതായത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട് റീഡിങ് ദ ക്വസ്റ്റ്യൻസ് പ്രോപ്പർലി. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുന്നതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ധൃതിയുടെ ഇടയിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവുക ചിലപ്പോൾ അതായിരിക്കില്ല ചോദിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കില്ല, എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാകാതെ എക്സാം എഴുതാം. അടുത്തത് റൈറ്റിംഗ് ഇറലവൻറ്റ് ആൻസേഴ്സ്. അതായത് നിങ്ങൾ ചിലപ്പോൾ കുറേ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ അതിൽ റെലവൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇല്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്താണോ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് ആവശ്യമായിട്ടുള്ള പോയിന്റ് അത് നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് മാർക്ക് തരില്ല നിങ്ങൾ എത്ര എഴുതിയാലും. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് ആൻസേഴ്സ്. നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിങ്ങൾ പകുതി ആൻസർ എഴുതിയിട്ടുണ്ടാവും, പകുതി എഴുതിയിട്ടുണ്ടാവില്ല, അല്ലേ? കംപ്ലീറ്റ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അതേപോലെ തന്നെ പുവർ ടൈം മാനേജ്മെൻറ്റ്. ഒരുപാട് കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് മിസ് സമയം തികയുന്നില്ല. എന്തുകൊണ്ടാണ് സമയം തികയാത്തത്? നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ല, ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് എഴുതേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയാണ് നമുക്ക് സമയം പോകുന്നത്, അല്ലേ? അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും അടുത്തൊരു മിസ്റ്റേക്കാണ്. നെക്സ്റ്റ് ആണ് മെസ്സി ഹാൻഡ് റൈറ്റിംഗ് ആൻഡ് പുവർ പ്രസൻറ്റേഷൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ വളരെ ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് വേണമെന്നില്ല, പക്ഷേ അത് നീറ്റായിട്ട് എഴുതുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. റീഡബിൾ ആയിരിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുക. ആ ഒരു നീറ്റ്നെസ് കീപ്പ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് വരുത്തി അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ മാർക്ക് പോയിട്ടുണ്ടാവും. സോ ഇതെല്ലാം നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്ന ഓരോ മിസ്റ്റേക്കുകളാണ്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിക്കുക. ഒരു ഡൗട്ട്സും ഇല്ലാതെ നമ്മളത് പഠിക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോയിട്ട് എന്താണോ നിങ്ങൾ പഠിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം. ആ ഒരു കോണ്ടന്റിനെ നിങ്ങൾ ക്ലാരിറ്റി വരുത്തണം. രണ്ടാമത്തെ കാര്യം നോട്ട്സ് ഉണ്ടാക്കുക. അത് വലിയ നോട്ട്സ് ആയാലും വേണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി ഒരു ചെറിയ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ലെക്ചർ നോട്ട്സ് എന്നൊക്കെ നമ്മൾ പറയും. ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക എന്ന് പറയുന്നത് അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, ബട്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോട്ട്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന സബ്ജക്റ്റിന് എക്സ്ട്രാ ടൈം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. സോ എക്സ്ട്രാ ടൈം കൊടുക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുവർ റിവിഷൻ ഹാബിറ്റ്സ് ഉള്ള എല്ലാ മക്കളും റിവിഷൻ എന്തായാലും ചെയ്തിരിക്കണം. സോ ഇപ്പോൾ നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നവംബർ 15 തന്നെ കഴിയും. സോ നവംബർ 15 തൊട്ട് നിങ്ങൾക്ക് 2 ആഴ്ചയോളം റിവിഷൻ ചെയ്യാനുള്ള സമയം നമുക്ക് അവിടെ ഉണ്ട്. സോ റിവിഷൻ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾ പഠിക്കുക, ഡെയിലി പഠിക്കുക. പിന്നെ തന്നെ നിങ്ങളൊരു എന്ത് ചെയ്യുക, ഇന്ന് മുതൽ ഞാൻ പഠിക്കും എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞ എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. ഇത് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ എക്സാമിനറിൻ്റെ ഹെൽപ്പോട് കൂടെ ചെയ്യാം. അപ്പോൾ എക്സാമിനറിൻ്റെ ഹെൽപ്പോട് കൂടെ ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ മാർക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഈ കാര്യങ്ങളെല്ലാം, ഈ മിസ്റ്റേക്സ് എല്ലാം നമുക്ക് മാറ്റണം. ഇതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്കിലേക്ക് എത്തിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സാമിനർ ബാച്ചുകളിലുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, അതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ചാപ്റ്റർ വൈസ് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ള 1 ഷോട്ട് ലൈവുകൾ കാര്യങ്ങളിൽ വെക്കും. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും ചാപ്റ്റർ വൈസ് എക്സാം വെക്കുന്നുണ്ട്. ഓണം എക്സാം വന്നാലും ക്രിസ്മസ് എക്സാം വന്നാലും ഫൈനൽ എക്സാം വന്നാലും നിങ്ങൾക്ക് മോഡൽ എക്സാംസ് എക്സാമിനർ നടത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യവും നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ അത് ഡെയിലി പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ, കാരണം നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സുകൾ വെക്കുന്നത്. സോ നവംബർ 15 നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു സ്റ്റഡി പ്ലാനോട് കൂടെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഒരേ ഒരു കാര്യം ആലോചിക്കുക, എക്സാമിനറിൽ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ആലോചിക്കുക. ആൻഡ് വേഗം തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ ബാക്ക്ലോഗുകൾ കൂടും, നിങ്ങൾ എടുക്കേണ്ട എഫേർട്ടുകൾ കൂടും. ഓക്കെ, അപ്പോൾ ആലോചിക്കുക. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഓക്കെ മക്കളെ, താങ്ക് യു.